കേരളത്തിന്റെ ദത്തുപുത്രിയും തെന്നിന്ത്യൻ വാനമ്പാടിയുമായ എസ് ജാനകിയമ്മ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മൈസൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. തദ്ദേശവും വിദേശവുമായ 20ഓളം ഭാഷകളിൽ 10,000കണക്കിന് ഗാനങ്ങൾ ആലപിച്ച ജാനകിയമ്മയുടെ വിയോഗം സംഗീത ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണ്. തന്റെ സ്വരമാധുരിയാൽ തലമുറകളെ വിസ്മയിപ്പിച്ച പ്രിയ ഗായികയ്ക്ക് മെട്രോ 7 ന്യൂസിന്റെ ആദരാഞ്ജലികൾ. അനുഗ്രഹീതമായ സ്വരമാധുര്യം കൊണ്ട് ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ തെന്നിന്ത്യൻ വാനമ്പാടി ഇനി ഓർമ്മ. പ്രായാധിക്യത്തെ തുടർന്നുള്ള അസുഖങ്ങളാൽ മൈസൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. കർണാടക സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ മൈസൂരിൽ മകന്റെ വസതിയിൽ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലായിരുന്നു ജനനം. ചെറുപ്പം മുതലേ സംഗീതത്തിൽ താൽപര്യമുണ്ടായിരുന്ന ജാനകി 1956 ആകാശവാണി നടത്തിയ സംഗീത മത്സരത്തിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. 1957 തമിഴ് സിനിമയിലൂടെ ചലച്ചിത്ര ലോകത്തേക്ക് കടന്നുവന്ന ജാനകിയമ്മ അതേ വർഷം തന്നെ മലയാളത്തിലുമെത്തി. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വഴിയിൽ എന്ന ഗാനമാണ് മലയാളത്തിൽ ആദ്യമായി പാടിയത്. പിന്നീട് MS ബാബുരാജ് ഉൾപ്പെടെയുള്ള പ്രമുഖ സംഗീത സംവിധായകരുടെ ഈണങ്ങളിൽ പിറന്ന തളിരിട്ടക്കിനാക്കൾ തൻ, അഞ്ജന കണ്ണെഴുതി, തുമ്പീവാ തുമ്പക്കുടത്തിൻ, മലർക്കൊടി പോലെ തുടങ്ങിയ അനശ്വര ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചു. ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് പുറമെ ഹിന്ദി, ഇംഗ്ലീഷ്, ജർമ്മൻ ഉൾപ്പെടെയുള്ള ഭാഷകളിലും ജാനകിയമ്മ തന്റെ ശബ്ദം പതിപ്പിച്ചു. 4 തവണ ദേശീയ അവാർഡും 11 തവണ കേരള സംസ്ഥാന അവാർഡും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഈ ഗായികയെ തേടിയെത്തി. 2016 പുറത്തിറങ്ങിയ 10 കൽപ്പനകൾ എന്ന ചിത്രത്തിലാണ് മലയാളത്തിൽ അവസാനമായി പാടിയത്. 2017 ഒക്ടോബറിൽ മൈസൂരിൽ വെച്ച് നടന്ന സംഗീത നിശയോടെ പൊതുവേദികളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. ജാനകിയമ്മയുടെ വിയോഗത്തോടെ തെന്നിന്ത്യൻ സംഗീതത്തിലെ ഒരു സുവർണ അധ്യായത്തിനാണ് വിരാമമാകുന്നത്. ന്യൂസ് ഡെസ്ക് മെട്രോ 7. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,